കേട്ടില്ലേ കോട്ടയത്തൊരു മുത്ത പിള്ളേച്ചൻ. അങ്ങനെ വടക്കങ്ങാണ്ടുള്ള ഒരു മൂപ്പന് വീണ്ടും പെണ്ണ് കെട്ടാൻ ഒരു മോഹം തോന്നിയാൽ അതങ്ങ് നടപ്പിലാക്കണമല്ലോ. അങ്ങ് ദൂരേന്നൊരു പെരുമഴയും വരുന്നെന്ന് നാട്ടുകാരും പറയുമ്പോൾ പിന്നെ കെട്ടുന്നില്ലെങ്കിൽ പൊളിയാൻ പോകുന്ന ഒരു കൂരയിൽ നിന്നാകാമെന്ന് മൂപ്പച്ചാര് വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ആലോചനകളുമായി നാടൊട്ടുക്ക് നടക്കുമ്പോഴാണ് ഒരു കൂരയിലെ പെണ്ണിനെ കണ്ട് മൂപ്പച്ചാർക്ക് ഇഷ്ടമായത്. ആഹാ, അത് കൊള്ളാമല്ലോ എന്നായി മൂപ്പച്ചാർ. വെറുതെ കയറി പെണ്ണ് ചോദിക്കാൻ പറ്റുമോ? അതിന് ചില ന്യായങ്ങളൊക്കെ ഇല്ലേ? ആ ന്യായങ്ങൾ കണ്ടെത്തി നാട്ടുകാരെ അറിയിക്കാതെ എങ്ങനാ ഒരു പെണ്ണിനെ വിളിച്ചിറക്കുന്നത്? അങ്ങനെ മൂപ്പച്ചാർ ചില സൂചനകളൊക്കെ കൊടുത്തു. ഞങ്ങളിപ്പോൾ ഒരു സെമിനാറല്ല ഉദ്ദേശിക്കുന്നത്, നിരവധി സെമിനാറുകളാണ്. ഇപ്പോൾ തൃശ്ശൂർ ഇന്നലെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ 4 സെമിനാർ നടത്താനാണ് തീരുമാനിച്ചത്, തൃശ്ശൂർ ഉൾപ്പെടെ. അങ്ങനെയുള്ള നിരവധി സെമിനാറുകൾ കേരളത്തിൽ ജനബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോവുകയാണ്, ഏക സിവിൽ കോഡിനെതിരായിട്ട്. അങ്ങനെ ജനങ്ങളെ ഇക്കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ, അതായി ചിന്ത. അതിനിടയിൽ പിള്ളേരെ തുടലഴിച്ചു വിട്ട് അവരൊക്കെ ചില്ലറ ഇടപാടുകളൊക്കെ നടത്തി അകത്തുമാണ്. മൊത്തത്തിലൊരു കാലക്കേട് മൂപ്പച്ചാർക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് വീണ്ടും കെട്ടാമെന്ന് കരുതിയത്. വയസ്സാം കാലത്ത് വെള്ളം തിളപ്പിച്ചു തരാൻ ആരെങ്കിലും വേണ്ടേ എന്ന് ആരോ ചോദിച്ചെന്നാണ് മൂപ്പച്ചാർ ചോദിച്ചവരോടൊക്കെ പറഞ്ഞത്. ഞങ്ങളതിലെടുക്കുന്ന നിലപാടതാണ്, ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ പാർലമെൻ്ററി സംവിധാനത്തെയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കണമെങ്കിൽ ഹിന്ദുത്വ അജണ്ടയിലൂടെ ഒരു ഫാസിസത്തിലേക്കുള്ള യാത്ര തടയണം. ആ യാത്ര തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രീതിയിൽ അതിന് സാധിക്കുന്ന എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ വേണം, വർഗീയ ശക്തികൾ ഒഴിച്ച്. അങ്ങനെ ചിലരോടൊക്കെ ഉള്ളിലെ രഹസ്യം മൂപ്പച്ചാർ തുറന്നു പറഞ്ഞു. എല്ലാവരും മൂപ്പച്ചാരുടെ വീക്ഷണം വളരെ വലുതാണെന്ന് ഉച്ചത്തിലും ചിലർ രഹസ്യമായും പറഞ്ഞു. അങ്ങനെ മൂപ്പച്ചാർ പുള്ളിക്ക് ചെറുതെന്ന് തോന്നിയ ഒരു കൂരയിലെ പെണ്ണിനെ തന്നെ കെട്ടാമെന്നും കരുതി അരയും തലയും മുറുക്കി ഇറങ്ങി. പെണ്ണിൻ്റെ കൂരയെ കുറ്റം പറയാനും മൂപ്പച്ചാർ മറന്നില്ല. അവരെന്തോ കൊള്ളരുതാത്തവരാണ്, അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് മൂപ്പച്ചാർ ചുറ്റും കൂടി നിന്നവരോട് പ്രഖ്യാപിച്ചത്. നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ ഞങ്ങൾ കാണുന്നത് അതിന് നിലപാടില്ല. അത് ഓരോ സംസ്ഥാനത്തിലും ഓരോ നിലപാടാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അതൊഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികൾക്കും ഈ സെമിനാറിൽ പങ്കെടുക്കാം. കേട്ടു നിന്നവരിൽ ചിലർ പറഞ്ഞു, മൂപ്പച്ചാരെ അവരിപ്പോഴും ബന്ധുക്കളാ, കൂടാതെ അവരാരും ബന്ധം വേർപെടുത്തിയിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ? അതിൻ്റെ മറുപടി കേട്ടവർ അമ്പരന്നില്ല. മൂപ്പച്ചാർ ഇതേ പറയൂ എന്ന് അവർക്കും അറിയായിരുന്നു. പിന്നെ പുതുതായി പണിയാൻ പോകുന്ന കാറ്റും മഴയും ഏൽക്കാത്ത വീടിനെ കുറിച്ചായി പറച്ചിൽ. ചിലത് കേട്ടാൽ തോന്നും അതിൻ്റെ പാലുകാച്ചിന് നാട്ടുകാരെ വിളിക്കുകയാണെന്ന്. അതിൽ പങ്കെടുക്കാവുന്ന എല്ലാവരെയും അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വരാം എന്ന് ഇന്നലെ തന്നെ ഞാൻ പറയുകയുണ്ടായി. അത്രയേ ഉള്ളൂ. കേട്ടു നിന്നവർ അത്ഭുത പരതന്ത്രരായി. കൊള്ളാമല്ലോ മൂപ്പച്ചാരുടെ മഹാസൗധം എന്നായി എല്ലാവരും. ഇനിയിപ്പോൾ പെണ്ണ് കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ ഉള്ളിലെ പ്രണയം മൂപ്പച്ചാർ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പെണ്ണിനെ മാത്രം ഇടം കണ്ണിട്ട് ഒന്ന് നോക്കി. അപ്പോഴാണ് മൂപ്പച്ചാറുടെ അടുത്തേക്ക് തട്ടത്തെ തഴുകിയെത്തിയ ആ വടക്കൻ കാറ്റ് പറന്നെത്തിയത്. ആ കാറ്റ് തട്ടിയപ്പോൾ മൂപ്പച്ചാർ അർത്ഥം വെച്ച് പറയുകയാണെന്ന് ആർക്കും മനസ്സിലായതേ ഇല്ല എന്നാണ് മൂപ്പച്ചാർ കരുതിയത്. പക്ഷേ എല്ലാവർക്കും കാര്യം പിടികിട്ടി. അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വരാം എന്ന് ഇന്നലെ തന്നെ ഞാൻ പറയുകയുണ്ടായി. അത്രയേ ഉള്ളൂ. അത് കേട്ട് നിന്ന ഒരാൾക്ക് മൂപ്പച്ചാറുടെ ഇംഗിതം ബോധ്യപ്പെട്ടു. മൂപ്പച്ചാറുടെ മുഖത്തെ കള്ളലക്ഷണം കണ്ടിട്ടാണ് സംഗതി പിടികിട്ടിയത്. എന്നിട്ടാണ് പെട്ടെന്ന് ആ ചോദ്യം ചോദിച്ചത്. ഇനിയിപ്പോൾ ഒരു മനസ്സമ്മതമൊക്കെ നടത്തണ്ടേന്ന്. കുട്ടിക്ക് കാറ്റും മഴയും ഏൽക്കാത്ത ഒരു തരി കനലിരിയുന്ന ആ വീട്ടിലേക്ക് വരാൻ മനസ്സുണ്ടാകുമോ എന്നായിരുന്നു ആ ചോദ്യം. പക്ഷെ അതിനു പകരമായി മൂപ്പച്ചാറുടെ മുഖത്ത് ഒരു കള്ള ചിരി വിടർന്നു. ചിരി കണ്ടു നിന്ന ബാക്കിയുള്ളവർക്കും കാര്യം പിടികിട്ടി. തട്ടത്തിലേക്കാണ് മൂപ്പച്ചാറുടെ നോട്ടമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ചോദ്യം കേട്ടപാടെ മൂപ്പച്ചാർ തന്നെ ഇങ്ങനെയാ പറഞ്ഞേ. അല്ല, മനസ്സായോ ഇല്ലയോ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അവരിപ്പോൾ അരമണിക്കൂർ കൊണ്ട് കാര്യം മനസ്സിലാകുന്നില്ലേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ
മൂപ്പച്ചാറുടെ ചാട്ടം ഏത് കൊമ്പിലേക്കാണെന്ന് കേട്ട് നിന്നവർക്കൊക്കെ മനസ്സിലായി. എങ്കിലും കാര്യം കള്ളി വെളിച്ച് താകരുതല്ലോ എന്ന് കരുതി കുറച്ച് വിശദമായി തന്നെ പറയാൻ മൂപ്പച്ചാർ തയ്യാറായി. എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കി തൻ്റെ വിശാലമായ വീട്ടിലേക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള അർഹതയുണ്ടെന്ന് ഒരു കണ്ണിറുക്കി മൂപ്പച്ചാർ പറഞ്ഞു. കണ്ണിറുക്കിയത് ആരും കണ്ടില്ലെന്നായിരുന്നു മൂപ്പച്ചാറുടെ വിചാരം. പക്ഷേ അതെല്ലാവരും കണ്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ട് സമുദായത്തിലും പാർട്ടികളിലുമൊക്കെ ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ഒറ്റ മനസ്സാണ്. ആ ഒരു മനസ്സ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് കാണുന്നുണ്ട്, CPIM പ്രത്യേകമായിട്ടും കാണുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ BJPക്കെതിരായിട്ടുള്ള, വർഗീയതക്കെതിരായിട്ടുള്ള, ഹിന്ദുത്വ അജണ്ടക്കെതിരായിട്ടുള്ള പോസിറ്റീവായിട്ടൊരു നിലപാടാണ്. അതുകൊണ്ട് തട്ടത്തിൻ മറയത്ത് നിന്ന് പെൺകൊടി തൻ്റെ വിശാലമായ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുമെന്ന് തന്നെ മൂപ്പച്ചാർ വിശ്വസിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ബന്ധുക്കളെല്ലാം മൂപ്പച്ചാറുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ അടുത്തതിനി എന്ത് എന്നുള്ള സംശയം ഉയർത്തി. ചിലരൊക്കെ സംശയത്തോടെ തട്ടക്കാരിയെ നോക്കി ചിരിച്ചു. അപ്പോഴും തട്ടക്കാരി ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ കൂടെ കഴിയുന്ന ഒരാളെ വഞ്ചിച്ചിട്ട് വേണം മൂപ്പച്ചാർക്കൊപ്പം പോകേണ്ടത് എന്നത് ഒരു വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാലും പോകേണ്ടി വന്നാൽ പോകാതിരിക്കാൻ പറ്റുമോ എന്നും ചിലർ ചോദിച്ചു. പക്ഷേ അപ്പോഴും മൂപ്പച്ചാർ ഗീർവാണം മുഴക്കി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വരാൻ പോകുന്ന വലിയ കാറ്റിനെയും മഴയെയും കുറിച്ച് നാട്ടാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി കാൽവെപ്പുകളിൽ ഒന്നായ പൗരത്വ ഭേദഗതി നിയമമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതിലൊക്കെ എതിർത്ത് നിലപാട് സ്വീകരിക്കുന്ന എല്ലാ വിഭാഗം ശക്തികളുമായിട്ട് ചേർന്ന് പോകാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ അതിന് പ്രത്യേകമായിട്ട് അവർ വിളിച്ചാൽ പോകുമോ ഇവർ വിളിച്ചാൽ പോകുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാ വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകും. അതിനിടയിൽ ഒരു വിളവൻ ചെക്കൻ മുഖത്തടിച്ച പോലെയാണ് മൂപ്പച്ചാരോട് ആ ചോദ്യം ചോദിച്ചത്. മൂപ്പച്ചാരെ ആ പെണ്ണിനി കാല് മാറിയാലോ? ഇനി എങ്ങാനും മൂപ്പച്ചാരുടെ വിശാലമായ കനൽ ഒരു തരി മാത്രം എരിയുന്ന വീട്ടിലേക്ക് വരാതിരുന്നാലോ? മൂപ്പച്ചാർക്ക് വിഷമമാകുമോ എന്ന്. മൂപ്പച്ചാർക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതെയായി. പക്ഷേ ഗൗരവം വിടാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സ്വയം സമാധാനിക്കുന്ന പോലൊരു മറുപടിയും തട്ടിവിട്ടു. യോഗത്തിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെ അവർ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങളതിൽ കാണുന്നത് ഇതൊരു വിശാലമായൊരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടണം. അതിൻ്റെ ഒരു വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കാൽവെപ്പാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാവരും പങ്കെടുത്തോളണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർ UDFൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ അവർക്ക് അവരുടേതായ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതവർ പറയട്ടെ, അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കതിൽ കുഴപ്പമില്ല. പക്ഷേ തീരുമാനം മറ്റൊന്നായിരുന്നു. മൂപ്പച്ചാരുടെ മനസ്സിലെ തട്ടക്കാരിയെ തിരിച്ചറിഞ്ഞവർ നേരെ മുഖം പാതി മറച്ചിരുന്ന പെണ്ണിനെ കാണാനായി ഓടിയെടുത്തു. ആകെ വല്ലാത്ത ഒരു അന്തരീക്ഷം. പെണ്ണിൻ്റെ മനസ്സറിയണം. ഇത്ര കാലം പോറ്റി വളർത്തിയ എല്ലാവരെയും ഉപേക്ഷിച്ചു പോകാൻ ആ പെണ്ണിന് കഴിയുമോ? അതായി എല്ലാവരുടെയും ചോദ്യം. കുടുംബത്തെല്ലാവരും കരഞ്ഞു തുടങ്ങി. കാർന്നവന്മാരും അങ്ങിങ്ങ് ചേരാതെ കിടക്കുന്ന ചില ബന്ധുക്കളും ആരും കേൾക്കാതെ കരഞ്ഞു. അതൊരാൾ അറിഞ്ഞു. നല്ല മഴയ്ക്കുള്ള കോളുമുണ്ടായിരുന്നു. അതിപ്പോൾ അവർ അയ്യോ അതിന് പോരുതേ പറഞ്ഞ് ചില കോൺഗ്രസ് നേതാക്കന്മാർ വല്ലാത്ത കരച്ചിലായിരുന്നു. എല്ലാം തന്നെ കേരളത്തിൽ മഴ കാരണം വെള്ളപ്പൊക്ക ഭീഷണിയാണ്. ഈ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണീര് കാരണം വെള്ളപ്പൊക്കം ഉണ്ടാവുമായിരുന്നു. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെയുള്ള കരച്ചിൽ കണ്ടപ്പോൾ തോന്നിയത്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടാക്കേണ്ട ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. ചില കാർന്നവന്മാർ പറഞ്ഞു, ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ, ഏതെങ്കിലും ഒരുത്തം വന്ന് വമ്പ് കാട്ടി വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ചോദിക്കാനും പറയാനും ആളുണ്ടായിട്ടും കാര്യമില്ല. മൂപ്പച്ചാർക്ക് ഇച്ചിരി അഹമ്മതി കൂടുതലാണ്. അതുകൊണ്ട് പെണ്ണിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് മതി മൂപ്പച്ചാരെ പരിപ്പ് വേവിക്കാൻ വെള്ളം വെക്കേണ്ടത് എന്നായി. അതിനെന്താ എന്ന് മൂപ്പച്ചാരും പറഞ്ഞു. എല്ലാവരും കൂടി പെണ്ണിനെ വിളിക്കാനും അഭിപ്രായം അറിയാനുമായി എത്തി. പെണ്ണ് പക്ഷേ മിടുക്കിയായിരുന്നു. ഈ കാലം ഇവിടെ അവസാനിക്കില്ലല്ലോ, ഇനിയും പലതും വരാനുണ്ട്. എല്ലാ വരും വരായികളെക്കുറിച്ചും ആലോചിച്ച് തന്നെയായിരുന്നു പെണ്ണിൻ്റെ മറുപടി. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ സെമിനാറോ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ പങ്കെടുക്കാനും അതാത് പാർട്ടികൾക്കും സമുദായ സംഘടനകളൊക്കെ അതും സ്വാതന്ത്ര്യമുണ്ട്. പങ്കെടുക്കാനുണ്ട്, പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് UDFൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണ്. അറിയാനായി എല്ലാവരും കാതോർത്തു. കുടുംബത്തിലെ കാര്യമായ വരുമാനമുള്ള ഒരേ ഒരു അംഗമാണ് താൻ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ
തട്ടമിട്ട സുന്ദരി പറഞ്ഞത്. പക്ഷേ തൻ്റെ കുടുംബക്കാരെ മോശക്കാരാക്കാൻ പാടില്ലല്ലോ. മൂപ്പച്ചാരുടെ മഹാസൗധം വളരെ വലുതായിരിക്കും, പക്ഷേ തൻ്റെ ബന്ധുക്കൾ കഴിവുകെട്ടവരാണെന്നുള്ള പറച്ചിൽ തട്ടക്കാരിക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നി. രേഖ സിവിൽ കോഡ് വിഷയത്തിൽ അതിലേറ്റവും വേറെ രാജ്യത്ത് പ്രതികരിക്കുവാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് നമുക്കറിയാം. പാർലമെന്റിലും മറ്റുമൊക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഇതിന് ശക്തി പകരാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എല്ലാവരുമായും കൂടിച്ചേർന്നുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റൂ. എല്ലാവരും തട്ടമിട്ട സുന്ദരിയുടെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർത്ത് എല്ലാവരും ആശങ്കപ്പെട്ടു. പഴയ കാലമല്ലല്ലോ, പെൺകുട്ടികൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ആ കുടുംബത്തിൻ്റെ പഴക്കം. അതെല്ലാവർക്കും അറിയാമല്ലോ. പലരും വലിയ വലിയ നിലയിലൊക്കെ ഇരുന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായവും വളരെ വലുതാണ്. UDFന്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. കേട്ടവർ ചിരിച്ചു. ചിലർ മൂപ്പച്ചാരെ കളിയാക്കി. കുടുംബത്തിന്റെ മാനം കാത്ത പെൺകൊടിയെ ഓർത്ത് ബന്ധുക്കൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. പക്ഷേ മൂപ്പച്ചാർക്ക് മാത്രം കൊടിയ നിരാശയായി. ചിലരൊക്കെ കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനായി മൂപ്പച്ചാരുടെ ശ്രമം. പിന്നെ പതുക്കെ മണവാട്ടിയുടെ കുടുംബത്തെക്കുറിച്ചായി മൂപ്പച്ചാരുടെ പറച്ചിൽ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്ന രീതിയിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അതിനെന്താ ഇത്ര സംശയം എന്നായി കേട്ട് നിന്നവരിൽ ചിലർ ചിരി അടക്കി ചോദിച്ചത്. പക്ഷേ മൂപ്പച്ചാർക്ക് മുഖത്തെ നിരാശ മറയ്ക്കാൻ കഴിയാതെ പോയി. എങ്കിലും വരുമോ എന്ന് മാത്രം ചെറിയൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. വിശാലമായ തൻ്റെ മന്ദിരത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഗീർവാണം മുഴക്കിയെങ്കിലും ആരും അതത്ര കാര്യമായി എടുത്തില്ല. അതിനിടയിൽ ഒരാൾ മാത്രം ചോദിക്കേണ്ടത് ചോദിച്ചു. ഒരു പ്രശ്നമില്ല, ഒരു തിരിച്ചടിയില്ല. തിരിച്ചടി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സെമിനാറിൽ ഞങ്ങൾ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരേ ആളുകളിൽ ഒരാൾ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചടിയാവുമോ? കിട്ടാത്ത മുന്തിരി അല്ലെങ്കിലും പുളിക്കും മൂപ്പച്ചാരെ എന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ട് മൂപ്പച്ചാർ വല്ലാതെയായിപ്പോയി. എങ്കിലും പരാജയം സമ്മതിക്കാൻ പുള്ളിക്കാരൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, വടക്ക് നിന്ന് പറന്നു വരാൻ സാധ്യതയുള്ള ഏതോ ഒരു മഴയെപ്പറ്റിയും കാറ്റിനെ പറ്റിയും ഇടിമിന്നലിനെ പറ്റിയും കുറിച്ച് പറഞ്ഞും സ്വപ്നം കണ്ടും അടുത്ത ബാന്ധവത്തിനായി പോയി എന്നാണ് പിന്നീടുള്ള കഥ.